ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെള്ളിയാഴ്ച പകൽക്കാലം ഈ വർഷത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണല്ലേ. ഇന്ന് നമ്മൾ ദൈവസന്നിധി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവമുഖം അന്വേഷിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടക്കം നന്നായിരുന്നാൽ എല്ലാം നന്നാകും. ഇന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങനെ തന്നെ നിങ്ങൾക്ക് തുടരാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ഒരു പ്രതിഫലമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥനയുടെ ആരംഭ സമയം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ആമേൻ. ഇത് നമുക്ക് ഈ വർഷം ദൈവം ഇങ്ങനൊരു അവസരം നൽകിയിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. കഴിവുള്ളിടത്തോളം എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ ആ പ്രാർത്ഥനയിൽ വരുന്നത് ഏറ്റവും അത്യാവശ്യമായി ദൈവസന്നിധിയിൽ ചിലത് പ്രാപിക്കാനുള്ളവരാണ്. ആമേൻ. അവർക്ക് ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചേ പറ്റൂ. അതിന് ദൈവമല്ലാതെ വേറൊരു മാർഗവും ഇല്ല. അത്തരം ചിന്തകളുള്ളവരാണ് സമയം ഇല്ലാത്ത സമയം കണ്ടെത്തി ആത്മാർത്ഥമായി വരുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ പ്രാരംഭ സമയം പറയാം. സകല ജനത്തിൻ്റെയും സകല വിഷയങ്ങളിലും ദൈവം പ്രവർത്തിക്കും. നിരന്തരമായി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണമെന്നത് ഒന്നാമത്തെ കാര്യം. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്കിടയാകട്ടെ. നിങ്ങളോട് ഇന്ന് എന്ത് പറയണമെന്നിങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന് വളരെ സിമ്പിളായിട്ടല്ലെങ്കിൽ വളരെ ലളിതമായ ഒരു സന്ദേശം പറയണമെന്ന് മനസ്സിൽ തോന്നി. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നു എന്ന വിഷയമാണ്. ആ വിഷയത്തെ നമ്മൾ അധീകരിച്ച് എല്ലാവർക്കും അറിയാവുന്നൊരു കഥാപാത്രത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 ശമൂവേൽ 1:10. അവൾ മനോവ്യസനത്തോടുകൂടെ യഹോവയോട് പ്രാർത്ഥിച്ചു, കരഞ്ഞു, വളരെ കരഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹന്നായുടെ പ്രാർത്ഥന. നാം പ്രാർത്ഥനയ്ക്കായിട്ട് വന്നതാ ദൈവസന്നിധിയിൽ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിഷയങ്ങളുണ്ട്, മറുപടി ആവശ്യമാണ്. വളരെ പ്രാർത്ഥനയോടെയാണ് നാം ദൈവമുമ്പാകെ വന്നിരിക്കുന്നത്. കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണം. എന്തിനാ ഹന്ന വളരെ കരഞ്ഞത്? മനോവ്യസനത്തോടെ അവൾ ദൈവസന്നിധിയിൽ വന്നത്, അതിനവൾക്കൊരു കാരണമുണ്ടായിരുന്നു. ആമേൻ. അവിടെ ഹൃദയത്തെ തകർക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലാണ് താൻ. വലിയ കഷ്ടത്തിൻ്റെ സാഹചര്യത്തിലാണ്, വലിയ നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും മണ്ഡലത്തിലാണ് താനായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആത്മാർത്ഥമായി ഇല്ലാത്ത സമയമുണ്ടാക്കി ദൈവസന്നിധിയിൽ വരുന്നവരോട് ചോദിച്ചാൽ അവർ പറയും, ഇത് വെറുതെ വന്നതല്ല, ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കരയുന്നതിനും ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിനും ഞാൻ ഈ നിലവിളിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു സാധാരണ വ്യക്തിയല്ല, അല്ലെങ്കിൽ എൻ്റെ അനുഭവം സാധാരണമല്ല. എനിക്ക് ചില വിടുതലുകൾ കൂടിയേ തീരൂ. എൻ്റെ ജീവിതത്തിൽ ചില ദൈവപ്രവൃത്തി ഉണ്ടായേ പറ്റൂ. അങ്ങനെ ആഗ്രഹിക്കുന്നവരാ ഈ വളരെ കരഞ്ഞ് മനോവ്യസനത്തോടെ നിലവിളിക്കുന്ന ദൈവസന്നിധിയിൽ അടുത്ത് വരുന്ന ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു വിഷയമുണ്ട്. ആമേൻ. നിങ്ങൾക്കൊരു വിഷയമുണ്ട്, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അല്ലേ?
അത് സാധാരണ പ്രശ്നമല്ല, ചെറിയ കാര്യമല്ല. ചെറുതാണെങ്കിലും നമ്മൾ ഇങ്ങനൊന്നും നിലവിളിക്കേണ്ട കാര്യമല്ല. ദൈവം തമ്പുരാനല്ലാതെ വേറാർക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളോടെയാണ് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. ഹന്ന എന്ന് പറയുന്ന സഹോദരി ദൈവസന്നിധിയിൽ വന്നെങ്കിൽ അവളെ വിഷമിപ്പിക്കുന്ന കാര്യം അവൾക്ക് ഒരു തലമുറയില്ലായിരുന്നു എന്ന വലിയ ദുഃഖകരമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. തലമുറയില്ലാത്ത സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യഹൂദ പശ്ചാത്തലത്തിൽ, ഇസ്രായേലിൻ്റെ അവൻ പശ്ചാത്തലത്തിൽ അതൊരു വലിയ ശാപമായിട്ടൊക്കെ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ വലിയ വേദനയായി, വളരെ നിരാശയായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ആളുകളുടെ പരിഹാസം, കുത്തുവാക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് അല്ലേ. റാഹേൽ യാക്കോബിനോട് നിലവിളിച്ചു. എന്താ നിലവിളിച്ചു പറഞ്ഞത്? ഒരു കാര്യമുണ്ട്, നീ എനിക്ക് മക്കളെ താ, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ടോ മരിച്ചു പോവും. അങ്ങനെ ഇസ്രായേലിൽ മക്കളില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പോലെയല്ല, ഉള്ളവർക്ക് ഇഷ്ടം പോലെ മക്കൾ ഉണ്ടാകും. ആ സാഹചര്യത്തിൽ ഒരു കുഞ്ഞു പോലും ഇല്ലാതെ നിരാശയോടൊരു കുടുംബത്തിൽ ജീവിക്കേണ്ട സാഹചര്യം എത്ര ദുഃഖകരമാണ്. ഇവിടെ ഹന്ന ദൈവസന്നിധിയിൽ കരയുക, നിലവിളിക്കുക. അവൾക്ക് തലമുറയില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് നടുവിൽ ആരും ഉപദ്രവിച്ചില്ലെങ്കിൽ, കുറ്റം പറഞ്ഞില്ലെങ്കിൽ, അപവാദം പറഞ്ഞില്ലെങ്കിൽ, പരിഹസിച്ചില്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചു പോകും. ശരിയാണോ? നമുക്കൊക്കെ പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്. ആളുകൾ ഒത്തിരി കുത്തിയില്ലെങ്കിൽ, ആളുകൾ ഒത്തിരി മുറിവേൽപ്പിച്ചില്ലെങ്കിൽ, അല്ലെ, ആളുകൾ ഇങ്ങനെ അല്ലെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. സാരമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. പക്ഷെ അങ്ങനല്ല നാട്ടിൽ നടക്കുന്നത്, അങ്ങനല്ല ലോകത്ത് നടക്കുന്നത്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു താഴ്ചയുണ്ടെങ്കിൽ, ഒരു വീഴ്ചയുണ്ടെങ്കിൽ, ഒരു പ്രതികൂലമുണ്ടെങ്കിൽ, ഒരു നന്മയില്ലെങ്കിൽ അവൻ കുത്താനായി ആളുകളുണ്ട്, കുറ്റം പറയാൻ ആളുകളുണ്ട്, പരിഹസിക്കാൻ ആളുകളുണ്ട്, അല്ലേ, അപവാദം പറയാൻ ആളുകളുണ്ട്. ഇത് സഹിക്കാൻ വയ്യാതെ ആളുകൾ പറയുന്നത്, എൻ്റെ ദൈവമേ, ഈ നിന്ദയുടെയും ഈ പരിഹാസത്തിൻ്റെയും നടുവില് ഇതിലൊരു അറുതി വരുത്തണമേ, എന്നെ നിന്നയ്ക്കൊരു പരിഹാരം വരുത്തണമേ. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ നിമിത്തം ഞാൻ അപമാനിക്കപ്പെടുന്നു, ഞാൻ അല്ലേ മറ്റുള്ളവരാൽ അല്ലേ ആ കുറ്റപ്പെടുത്തലുകൾ അതിൻ്റെ തല ഉയർത്താൻ പറ്റാത്ത നിലയിൽ ഞാനായിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അല്ലേ, ഹന്നയുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിരുന്നു, അല്ലേ. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഇതുപോലെ തന്നെ ഹന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ അല്ലേ, നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് നല്ലവനല്ലേ, ഞാൻ നിനക്ക് പ്രയോജനമല്ലേ എന്നൊക്കെ പറയുന്നു. എന്താ വാക്യം വായിച്ചേ നോക്കിക്കേ. ഭർത്താവ് പറയുക, ഹന്നേ, നീ എന്തിന് കരയുന്നു, എന്തിന് പട്ടിണി കിടക്കുന്നു, നീ എന്തിനാണ് വ്യസനിക്കുന്നത്? എത്ര പ്രയോഗങ്ങളാണ് നോക്കിയേ. എല്ലാവരും എന്നെ നോക്കിക്കേ. ഭർത്താക്കന്മാരിപ്പോൾ അധികമില്ല, ഇപ്പം തോമസ് ചാനേ ഉള്ളൂ, ഒരാളെ ഉള്ളൂ ഭർത്താവായിട്ടല്ലേ. ഈ ഭർത്താവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. രാമൻ പറഞ്ഞാട്ട് നിങ്ങൾ ഭർത്താക്കന്മാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഭർത്താവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. സ്തോത്രം. ഭാര്യയുടെ സങ്കടങ്ങൾ അറിയണം. എന്തിനാ ഇവള് വിഷമിക്കുന്നത്, എന്തിനാ പട്ടിണി കിടക്കുന്നത്, അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളി മനസ്സിലാക്കിയത്? എല്ലാം പുള്ളി ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അവൾ അവിടെ പണി നോക്കിക്കോട്ടെ, അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ല. ആമേൻ. എൽക്കാനയുടെ വിശേഷം ചിന്തയെന്ന് പറയുന്നത് അവളെ ചോദിക്കുക, എന്തിന് നീ കരയുന്നു? പ്രൈസ് ദി ലോർഡ്. അവിടെ കണ്ണുനീര് കാണുന്ന ഒരു ഭർത്താവ് അങ്ങനെ വേണം, തിരിച്ചും വേണം കേട്ടോ. ഈ ആണുങ്ങൾ കരയത്തൊന്നുമില്ല, അവർ പുറമേ മസിൽ പിടിച്ചൊക്കെ നിൽക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ നല്ല വിഷമമായിരിക്കും. അവരുടെ ഉള്ളിലെ സങ്കടം സ്നേഹമുള്ള അറിയുന്ന ഭാര്യ അറിയണം. രാമൻ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഭർത്താക്കന്മാർ പറയും, പാസ്റ്റർ എന്നാ ഞാൻ ഈ കാര്യം കൂടെ പറയാത്തതെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാനിത് രണ്ടും പറയുന്നത്. നോക്കണേ, അവൻ എത്ര വലിയ കെയറിങ്, എത്ര വലിയ കരുതലാണ് അവിടെ കണ്ണ് നനയുന്നത് അദ്ദേഹം അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ കല്യാണം കഴിക്കുമ്പോൾ ഭാര്യ എന്ത് ചെയ്യണമെന്നാണ്? പോറ്റി
പുലർത്തണം. അല്ലേ? അവിടെ കാര്യങ്ങളെല്ലാം അവളോട് കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്ന് നിൽക്കണമെന്നാണ് ഭർത്താവ് എന്ന് പറയുന്നത്. നീ എന്തിനാണ് കരയുന്നത്? എന്തിന് പട്ടിണി കിടക്കുന്നു? അപ്പം ആഹാരം കഴിക്കാത്തത് ആരറിയുന്നു? പല അച്ചായന്മാരും മുമ്പിൽ കൊണ്ടുവെക്കുന്നത് തട്ടിയിട്ട് കഴിച്ചോ എന്ന് ചോദിക്കത്തില്ലെന്ന് മാത്രമല്ല, വല്ലോ അറിയുന്നോ എന്ന് തന്നെ എനിക്ക് സംശയം. അവൾ കഴിച്ചാലെന്ത്, കഴിച്ചില്ല ഇല്ലെങ്കിൽ എന്ത്? അങ്ങനെയല്ല, എനിക്ക് മനുഷ്യനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, ഇവള് കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ തിരക്കണം കേട്ടോ. അച്ഛൻ തിരക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല, എല്ലാ ഭർത്താക്കന്മാരും, അമ്മാമ്മയോട് ചോദിക്കണം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം, അല്ലേ? എല്ലാ ഭർത്താക്കന്മാരും തിരക്കണം, അവൾ കഴിക്കുന്നുണ്ടോ. എനിക്കറിയാം, സ്ത്രീകളുടെ ഒന്നാമത്തെ പണി എനിക്കറിയാം, എന്തെങ്കിലും വിഷയം വന്നാൽ ആദ്യം അവരുടെ പണി ആഹാരം കഴിപ്പ് നിർത്തും. ആണോ? പട്ടിണി കിടക്കും. പട്ടിണി കിടക്കല്ലേ? പിന്നെ ഇത് കിടക്കുവാണോ എന്നൊന്ന് അന്വേഷിച്ച് ഒന്ന് കണ്ടുപിടിക്കണം. നോക്കിയേ, നീ എന്തിന് കരയുന്നു? നീ എന്തിന് പട്ടിണി കിടക്കുന്നു? മൂന്നാമത്തത്, വ്യസനിക്കുന്നു. അവിടെ കരച്ചിലല്ല, അവിടെ മുഖം എപ്പോഴും ഒരു വാടിയ മുഖമാണ്. ആമേൻ. എപ്പോഴും അവൾ വ്യസനിച്ചിരിക്കുക, അവൾക്കൊരു സന്തോഷമില്ല. ഭർത്താവിനിത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ എത്ര ഭാഗ്യവതിയാണ്, അല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കെയർ ഒരു വശത്തുണ്ട്. പക്ഷേ ഭർത്താവ് നല്ലപോലെ കരുതി പറഞ്ഞു, 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് നല്ലതല്ലയോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഹന്നായുടെ വിഷമത്തിന് പരിഹാരമല്ല. ചില വിഷയങ്ങൾക്ക് ആരെല്ലാം എന്തെല്ലാം ആശ്വസിപ്പിച്ചാലും ആരെല്ലാം കൂടെ നിന്നാലും നടക്കത്തില്ല. അതിനകത്തൊരു വിടുതൽ വേണം. മനസ്സിലാക്കുന്നവരാമേ പറഞ്ഞാട്ടെ. സാരമില്ലെന്നൊക്കെ ആളുകൾ പറയും, പോട്ടെന്ന് ആളുകൾ പറയും, ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറയും, അല്ലേ? ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ സഹോദരി, എന്തിനാ സഹോദര വിഷമിക്കുന്നതെന്നൊക്കെ പറയും. പറച്ചിലൊക്കെ നല്ലതാ, പക്ഷേ നമ്മുടെ വിഷയത്തിന് മറുപടി ഉണ്ടാകാതെ നമ്മുടെ സങ്കടം മാറത്തില്ല. എൽക്കാന നല്ല മനുഷ്യനാണ്, പക്ഷേ ഒരു വശത്ത് എൽക്കാനയുടെ ആശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും മറുവശത്തൊരു പ്രതിയോഗിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിക്ക ആളുകളും ഈ കൂടുതൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് പ്രതിയോഗി കാരണം അവിടെ എഴുതിയിരിക്കുന്നു, അല്ലേ? ആരാ പ്രതിയോഗി? തൻ്റെ ഭർത്താവായ എൽക്കാനയുടെ, അല്ലേ, 2ാമത്തെ ഭാര്യ. അന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു കാലമായിരുന്നു. പേര് പെനീന. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. എന്താണ് പെനീനയുടെ വിഷയം? പെനീന പറയുന്നത് എന്താണ്? വായിക്കാം. നമ്മൾ വായിച്ച വാക്യം തന്നെ, 6ാമത്തെ വാക്യം, അല്ലേ? 6ാം വാക്യം പറയുന്നത്, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ഇല്ല, ശ്രദ്ധിച്ചേ, വളരെ മുഷിപ്പിച്ചു. എന്താ കാരണം? നീ ഒരു ശപിക്കപ്പെട്ടവളാണ്, അല്ലേ? നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നീ ആരാധിച്ചിട്ട് കാര്യമില്ല, നീ സ്നാനപ്പെട്ടത് കൊണ്ട് എന്താണ് വിഷയം, അല്ലേ? മുഷിപ്പിക്കുന്ന ശത്രു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് വെളിയിൽ നിന്നല്ല, പിന്നെ എവിടുന്നാ വന്നേ? കുടുംബത്തിനകത്തു നിന്നാണ് ഈ മുഷിപ്പ് വരുന്നത്. സ്തോത്രം. ഒരുമാതിരിപ്പെട്ട മുഷിപ്പൊക്കെ വെളിയിൽ നിന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ക്ഷമിക്കാം. ഈ അടുത്ത മണ്ഡലത്തിൽ നിന്നൊക്കെ ഈ മുഷിപ്പിക്കൽ വരുമ്പോൾ, കുറ്റം പറച്ചിൽ വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അത് വല്ലാതെ ഹൃദയത്തെ തകർക്കും. നോക്കണേ, ഇവൾ ചെയ്ത സമയം കൂടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാം, 7ാം വാക്യം. നോക്കണേ, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ, ആമേൻ, കരമുയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എപ്പോഴൊക്കെ ചെയ്യുന്നത്? ആലയത്തിലേക്ക് പോകുന്ന സമയമെല്ലാം ചെയ്യും എന്ന് പറഞ്ഞ സ്തോത്രം. ആലയത്തിൽ പോകുന്നത് ഹല്ലേലൂയ പ്രാർത്ഥിക്കാനാ. നീ അങ്ങനെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ പോകണ്ട, നീ അങ്ങനെ ആരാധിക്കണ്ട, അല്ലേ? നിന്നെ ഒന്ന് മനസ്സ് വിഷമിപ്പിച്ച് പോയാൽ മതി, നീ ഒന്ന് ദുഃഖിച്ച് പോയാൽ മതി. നീ എന്തിനാ അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നീ പോയിട്ട് പ്രയോജനം
ഇല്ലെന്നാ. നീ എന്തിനാ ഈ ആലയത്തിലേക്ക് പോകുന്നത്? ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല, ദൈവം നിന്റെ യാചന കേൾക്കത്തില്ല. ഇന്ന് പകൽക്കാലം ആലയത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ നോക്കി പറയാതെ ചിലർ പറയുന്നുണ്ട്, ആമൻ ഇവരൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ദൂത് പറയാ, ആമൻ വിഷമിക്കണ്ട. ആമൻ ശത്രുക്കൾക്ക് മുമ്പാകെ മേശി ഒരുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. 2025 ആരംഭ വെള്ളിയാഴ്ച ദൈവത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾ വിഷമിച്ചു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. നിങ്ങൾ ധൈര്യത്തോടെ ആലയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുവാൻ സമയമായി. സ്തോത്രം. വേദന കൊണ്ട് തകരുന്ന അനുഭവമുള്ള എല്ലാവരും ആമൻ ദൈവസന്നിധിയിൽ ഈ വിഷയം പറയും. എനിക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൽക്കാനയോട് കാര്യം പറഞ്ഞതാ. എൽക്കാനയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയം അല്ല. എൽക്കാനയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ അവിടെ വായിക്കുന്നുണ്ട്, പെനീനയേക്കാൾ കൂടുതൽ ഓഹരി കൊടുക്കുന്നത് ആർക്കാ? അന്നയ്ക്ക. അതൊക്കെ കൊടുക്കും, സ്നേഹം കൊടുക്കുക, ഓഹരി കൊടുക്കുക, എല്ലാം കൊടുക്കുക, കൂടെ ഉണ്ട്, മെന്റൽ സപ്പോർട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അല്ലേ, അദ്ദേഹത്തിന് കഴിയാത്ത കാര്യമായത്. മാനുഷികമായി നോക്കിയ ചില മനുഷ്യർക്ക് പരിമിതികളുണ്ട് കേട്ടോ. പക്ഷേ പരിഹാരം തരുവാൻ ഉയരത്തിൽ ഒരുവനുണ്ട്. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഇനി അച്ചായനോട് പരാതി പറഞ്ഞിട്ട് ആമേൻ. ചില കാര്യങ്ങൾ മനുഷ്യനോട് പറയുന്നതൊന്നും നിർത്തിയാൽ അനുഗ്രഹം ഉണ്ടാവും. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ മറ്റുള്ളവരെ അല്ലേ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ കൊണ്ട് പറ്റാത്ത കാര്യം പറഞ്ഞിനി മുഷിപ്പിക്കണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാ, പറ്റുന്നവന്റെ അടുക്കലേക്ക് വരണം. ഹല്ലേലൂയ. 12 സംവത്സര രക്തസ്രാവമുള്ള സ്ത്രീയെ പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു. എല്ലാം തുകയും നഷ്ടമായി. അവർക്ക് മനസ്സിലായി, ഇനി ഒരു വൈദ്യന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, ഒരു മനുഷ്യന്റെ അടുക്കൽ പോയി എന്റെ വിഷയത്തിന് പരിഹാരം നേടിയിട്ട് കാര്യമില്ല, ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ഒരുവൻ ഇവിടെയുണ്ട്, അവൻ വരുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തൂടെ അവൻ പോകുന്നുണ്ട്. അവൻ പോകുന്നിടത്ത് ഞാൻ ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടാ എന്റെ ഈ രോഗത്തിന്, എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം വരുമെന്ന് അവൻ ചിന്തിച്ചിട്ട് അവൾ കഷ്ടം സഹിച്ച്, പ്രതികൂലം സഹിച്ച്, ആ പ്രതികൂലത്തിന്റെ നടുവില്, പുരുഷാരത്തിന്റെ നടുവിലൂടെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. സ്തോത്രം. ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രശ്നത്തിന് പരിഹാരം കർത്താവിന്റെ അടുക്കലാണ്, മനുഷ്യന്റെ അടുക്കലല്ല കേട്ടോ. നിർത്തിക്കോ ആ പരിപാടി. അനേക ഹന്നമാർ ഇന്നും മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുക. നീ എന്താ എന്നെ സഹായിക്കാത്തത്, നിങ്ങൾ എന്നെ വിടുവിക്കാത്തത്, നിങ്ങൾ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരാത്തതെന്ന് പ്രതീക്ഷിക്കുക. അത്തരം പർവ്വതങ്ങളെ, അത്രയും ആശ്രയ സ്ഥാനങ്ങളെയൊക്കെ വിട്ട് ഇന്ന് പകൽക്കാലം പരിഹാരം തരാൻ കഴിവുള്ള സർവശക്തന്റെ അടുക്കിലേക്ക് ഈ രാവിലെ ഒന്ന് വരാമെങ്കിൽ, ഈ ദിവസങ്ങളൊന്ന് വരാമെങ്കിൽ, ദൈവം നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവൾ ദൈവസന്നിധിയിൽ വരാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ ഹന്നയുടെ വലിയ വിശ്വാസമാണ്. അവൾ വന്നു, ദൈവസന്നിധിയിൽ വന്നിട്ട് അവൾ ചിന്തിച്ച ഒരേ കാര്യമേ ഉള്ളൂ, എൻ്റെ ഈ ദൈവത്തിനല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം ആരാ ദൈവസന്നിധിയിൽ വരുന്നത്? സമർപ്പണമുള്ളവരാണ്. സമർപ്പണം ഇല്ലാതെ വരാൻ പറ്റുമോ? മിക്ക ആളുകളും ഈ പ്രതികൂലമൊക്കെ വരുമ്പോൾ, പ്രശ്നം വരുമ്പം ചില ആളുകൾ സമയം കൂടെ കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ വരാൻ താല്പര്യം ഇല്ല, അവർ നിർത്തും. പകരം അവർ ജീവിതം തന്നെ മടുത്തു പോകുക. പക്ഷേ ഹന്നയ്ക്കറിയാം, ഒരു കാര്യം അറിയാം, പ്രവർത്തിക്കുന്നൊരു ദൈവം ജീവിക്കുന്നു. അവൾ ഈ പുസ്തകമൊക്കെ വായിക്കുന്നതാണ് അല്ലേ? ഹന്ന ഒരു ആത്മീയ പൈതൃകമുള്ള കുടുംബത്തിലാണ്, ശരിയല്ലേ? അവക്കറിയാം പഴയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവം അല്ലേ സാറായുടെ ഗർഭം തുറന്നതെന്ന് അവക്കറിയാം. സ്തോത്രം. മാതാക്കളുടെ ഗർഭം, അടഞ്ഞ ഗർഭം തുറന്നത് എങ്ങനെയാണെന്ന് ആർക്കറിയാം? ഹന്നയ്ക്കറിയാം കേട്ടോ. അതുകൊണ്ട് അവക്കറിയാം അല്ലേ, അവരുടെ ഗർഭം തുറന്നെങ്കിൽ, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ എനിക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ ഈ ദൈവം സർവശക്തനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഇവൾ ഈ ആലയത്തിലേക്ക് ഓടിയത്. അവളെ മുഷിപ്പിച്ചു, അവളെ കളിയാക്കി, പെനീനെ അവളെ ഒത്തിരി നിരാശപ്പെടുത്തിയെങ്കിലും ആലയത്തിൽ പോകുന്നത് അവൾ മാറ്റിവെച്ചില്ല. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നിരാശപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും നടുവിൽ ദൈവത്തെ ഉപേക്ഷിച്ച് കളയാതെ, പ്രാർത്ഥന ഉപേക്ഷയായി
വിചാരിക്കാതെ, ആത്മീയ അനുഭവം ഉപേക്ഷയായി വിചാരിക്കാതെ, ദൈവസ്ഥലിൽ ജാഗരിക്കുന്നത് കാര്യമില്ലാത്ത കാര്യമാണെന്ന് ചിന്തിക്കാതെ ഈ ദിവസങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാമെങ്കിൽ സർവശക്തൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. എന്താ സംഭവിച്ചത്? ആലയത്തിൽ പോയി, ആലയത്തിൽ ചെന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ വായിച്ച വാക്യം. എന്താ വായിച്ചത്? അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹന്നയുടെ പ്രാർത്ഥന കണ്ടോ? അവൾ മനോവ്യസനത്തോടെ, സ്തോത്രം, വളരെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കരയാനിടയായി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവപൈതലേ, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സാധാരണ രീതി വിട്ടിട്ട് ഈ ദിവസങ്ങളിൽ ആഴമായ ഒരു അർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം. നമുക്കൊക്കെ അഭിമാനമൊക്കെ വലുതാ. ഞാനൊന്ന് കരഞ്ഞാൽ, എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ, ഇവിടെ പിന്നെ അങ്ങനെയുണ്ട്. ആരുടെയും കണ്ണ് നിറയോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ആൾക്കാരോടനെ പറയും അതെന്താ അതെന്താ അതെന്താ. അത് അന്നും ചോദിക്കും, ഇന്നും. ശരിയല്ലേ? നമ്മുടെ ഒരു ഗതികേട് നോക്കിയേ, ഒന്ന് കരയാൻ പോലും. സത്യം അങ്ങനെ ആയിപ്പോയി നമ്മുടെ സഭയില്. ഇവിടെ നിന്നല്ല ഞാൻ പറഞ്ഞു, മൊത്തത്തിൽ ഇപ്പോഴത്തെ ഉള്ള സിറ്റുവേഷൻ അനുസരിച്ച് ഒരാളൊന്ന് കരഞ്ഞാൽ പറയും എന്തോ കുഴപ്പം. ആൾക്കാർ ചോദിക്കും കണ്ടായിരുന്നു. ആമേൻ, ആമേൻ. നിങ്ങൾ പേടിക്കണ്ട, അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. സ്തോത്രം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആവശ്യക്കാരൻ ഇതൊന്നും വിഷയമല്ല. ആമേൻ. ആവശ്യക്കാരൻ ഇത് വിഷയമല്ല. അവൻ ദൈവസന്നിധിയിൽ കരയും, അല്ലെ? അവൾ ദൈവസന്നിധിയിൽ കരയും. അവർക്കത് വിഷയമല്ല. ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ആമേൻ, സ്തോത്രം, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ മനോവ്യസനത്തോടെ കരയാൻ ആത്മാവിൽ നിയോഗം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവം ഇന്ന് പകൽക്കാലം ജീവിക്കുന്നത് കൊണ്ട് ആ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറായ ആമേൻ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ആര് നിലവിളിച്ചിട്ടുണ്ടോ, ആര് കരഞ്ഞിട്ടുണ്ടോ, അവൻ അവർ ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. അവൻ അവർ ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഇയ്യോബ് പറഞ്ഞിട്ടൊരു വാക്യമുണ്ട്, ആകയാൽ ഞാൻ എൻ്റെ വായ അടയ്ക്കത്തില്ല. ആളുകൾ പറയുന്നത് നീ അങ്ങ് വാടയ്ക്കാനാ പറയുന്നത്, അല്ലേ? നീ അങ്ങ് മിണ്ടാതെ ഇരിക്കേ, അല്ലെ? ശിഷ്യന്മാര് പറഞ്ഞില്ലേ? സ്തോത്രം. കുരുടനായ ഭൃത്യമായി നിലവിളിച്ച് പറയാൻ വന്നപ്പോ എന്താ പറഞ്ഞത്? നീ മിണ്ടാതിരിക്കേ. കാരണം ആളുകൾക്ക് ഇതെല്ലാം പ്രശ്നമാ. നിന്റെ കണ്ണുനീരും നിന്റെ നിലവിളിയും ഒക്കെ മറ്റുള്ളവർക്ക് പ്രശ്നമാ. 2025 പ്രാരംഭ വെള്ളിയാഴ്ച ദൈവമക്കളോട് ഞാൻ പറയുക, ആമേൻ, സ്തോത്രം, ആളുകൾ പറയുന്നതല്ല. നിനക്ക് വിഷയത്തിന് മറുപടി വേണമെങ്കിൽ, നിലവിളിയോടെ നീ പ്രാർത്ഥിക്കാമെങ്കിൽ, നിന്റെ നിലവിളിക്ക് മുമ്പ് യേശു നിൽക്കുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കൃത്യമായി നിലവിളി അവൻ നിർത്തിയില്ല. അവൻ ദാവീദ് പുത്ര എന്നോട് കാരുണ തോന്നണമേ എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ചപ്പോ യേശു അപ്പച്ചൻ നിന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലരുടെ നിലവിളി ആനമായി ഒന്ന് ഉയർന്നാൽ, ഇന്ന് പകൽക്കാലത്തിന്റെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന സർവശക്തനായ ദൈവം ഈ രാവിലെക്കാലം ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. അവൻ നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ദൈവമാണ്. നോക്കണേ, ഇയ്യോബ് പറയുക, ഞാൻ 7:11, ഇയ്യോബ് 7:11, ആകയാൽ ഞാൻ എൻ്റെ വായ അടയ്ക്കത്തില്ല, പിന്നെ ഞാൻ എൻ്റെ മനപ്പീഡയിൽ സംസാരിക്കും, എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ എൻ്റെ സങ്കടം പറയും. ഇന്ന് പകൽക്കാലം അവൻ വായ അടയ്ക്കരുത് കേട്ടോ. വിടുതൽ വേണോ? അതിനെ മടച്ചു വെക്കരുത്. ആവശ്യത്തോടെ ഒരു അനുഗ്രഹം വേണോ? എപ്പോഴും ഒന്ന് നിലവിളിച്ചോ, ദൈവസന്നിധിയിൽ കരഞ്ഞോ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കേട്ടോ. ആളുകൾ എന്തും പറയട്ടെ, കളിയാക്കിക്കോട്ടെ, കുറ്റം പറയട്ടെ, പക്ഷെ അവരുടെ മുമ്പിൽ നിനക്ക് പറയാൻ പറ്റും, എൻ്റെ നിലവിളി കേട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവമുണ്ട്, എൻ്റെ കണ്ണുനീര് കണ്ടെനിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവമുണ്ടെന്ന് 2025 പ്രാരംഭ ദിവസങ്ങളിൽ നിനക്ക് സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവം ചില അവസരങ്ങൾ ഒരുക്കുകയാ, ദൈവം ചില മേഖലകൾ ഒരുക്കുകയാ. ഇയ്യോബ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ മനോവ്യസനത്തില് ഞാൻ ആമേൻ സ്വതന്ത്രം ആമേൻ എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും, ഞാൻ വായ അടയ്ക്കത്തില്ല. എനിക്ക് അയ്യോബിന്റെ പുസ്തകത്തിൽ ചില വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ.
ഞാൻ എൻ്റെ 10:1 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം പറയുന്നു, ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും. ആ 10:1 വായിച്ചേ. ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും. നോക്കിക്കേ, മറച്ച് ഞാൻ വെക്കത്തില്ല. ആമേൻ. ഞാനത് തുറന്നു പറയും. ഞാൻ എൻ്റെ മനോവ്യസനം തുറന്നു പറയും. എൻ്റെ വായ അടയ്ക്കത്തില്ല. തീരുമാനമെടുക്കാമോ? ഞാൻ വായ അടയ്ക്കത്തില്ലെന്ന്. ആരും എന്തും പറയട്ടെ, കളിയാക്കട്ടെന്നേ, സ്തോത്രം, കുറ്റം പറയട്ടെന്നേ, അവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോകുക. നിലവിളിയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും നിനക്ക് വേണ്ടി. അപ്പച്ചൻ ചിലത് ചെയ്യാൻ പോകുക. ആരും എന്തും പറയട്ടെ. അയ്യോട് പറഞ്ഞതുപോലെ ഞാൻ മിണ്ടാതിരിക്കത്തില്ല, ഞാൻ വായ അടയ്ക്കത്തില്ല. മിണ്ടാതിരിക്കാൻ ഏത് പുരോഹിതൻ പറഞ്ഞാലും, ഏത് വ്യക്തികൾ പറഞ്ഞാലും, ഏത് ശിഷ്യന്മാർ പറഞ്ഞാലും, ആവശ്യക്കാരൻ നിലവിളിച്ചു കൊണ്ടിരുന്നാൽ പ്രവർത്തിക്കുന്ന സ്വർഗ്ഗം അവൻ എനിക്ക് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. എന്താ സംഭവിച്ചത്? ഇത് കണ്ടുകൊണ്ടിരുന്ന ഏലി പുരോഹിതൻ, 9-ാം വാക്യം. ആ പന്ത്രണ്ടാം വാക്യം വായിച്ചോ സിസ്റ്ററെ, 12-ാം വാക്യം വായിച്ചു. ഇങ്ങനെ അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായിൽ സൂക്ഷിച്ചു നോക്കി. എന്താണ് ഈ സ്ത്രീ ഇങ്ങനെ വന്നിരുന്ന് എന്തൊക്കെയോ മന്ത്രിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, വയസ്സ് ചെന്നു, കണ്ണ് കാണാൻ പാടില്ലാത്ത, കാഴ്ച കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. കാഴ്ചയെ മാത്രമല്ല, കാഴ്ചപ്പാടും നഷ്ടപ്പെട്ടവനായിരുന്നു ഏലി എന്നുള്ളത് ആ കുടുംബത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. സൂക്ഷിച്ചു നോക്കി. എന്താ 13-ാം വാക്യം. ഹന്നയുടെ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത, അവൾ സംസാരിച്ചത് ഹൃദയം കൊണ്ടാണ്. ഒരാമൻ പറഞ്ഞാട്ടെ. ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പം വെറും അധരം തുറക്കൽ മാത്രമല്ല, പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അധരം ഇങ്ങനെ തുറക്കും, ഹൃദയം തുറക്കാറില്ല. ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് സംസാരിക്കണം കേട്ടോ. ഹൃദയംഗമായി സംസാരിക്കണം. നിന്റെ ഹൃദയത്തിലെ മനോവ്യസനം മുഴുവൻ അത് പുറത്തു വരണം. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ പ്രസ്താവിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം, ചില സമയത്ത് പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കത്തില്ലായിരിക്കുക, ഹൃദയമായിരിക്കുക. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഹൃദയത്തിന്റെ ഭാരമറിയുന്നൊരു ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൻ്റെ ഭാഷ അത് ദൈവത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഹൃദയത്തിൻ്റെ ഭാഷ ആർക്കേ അറിയുള്ളൂ? ദൈവത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ, അല്ലേ? ഹൃദയത്തിലുള്ളത് ദൈവത്തിനെ അറിയൂ. ഹൃദയത്തിൻ്റെ ഭാഷയും ദൈവത്തിനെ അറിയുള്ളൂ. ദൈവത്തിനെല്ലാം അറിയാം, പക്ഷേ ഏലിക്കും മനസ്സിലായില്ല. അവന് മനസ്സിലായത്, ചിന്തിച്ചത്, ചുണ്ടനങ്ങുന്നുണ്ട്. അവന് മനസ്സിലായി, ഈ സ്ത്രീ രാവിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്. ഏലി എന്താ പറഞ്ഞത്? 14-ാം വാക്യം. ഏലി പറയുക, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. പറഞ്ഞു കൊടുത്തു. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചതല്ല. എപ്പോഴും ഈ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ച കാര്യം ചുണ്ടു മാത്രമാണെങ്കിൽ അതിന് പുരോഹിതൻ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? വീഞ്ഞു കുടിച്ചു. പെന്തിക്കോസ്ത് നാളിൽ ഭയങ്കര ശബ്ദത്തിൽ അന്യഭാഷകളിൽ ആരാധിച്ചപ്പോഴും ആളുകൾ പറഞ്ഞെന്താ? വീഞ്ഞു പിടിച്ചിരിച്ച് ലഹരി പിടിച്ചിട്ട് ഇവർ സംസാരിക്കുകയാണെന്നല്ലേ വന്നവർ പറഞ്ഞില്ലേ? നിങ്ങൾക്കറിയാമോ, ആത്മീകൻ എന്ന് പറയുന്നത് അവരെ തെറ്റിദ്ധരിക്കപ്പെടുന്നവരാ. ഞാനതാ നിങ്ങളോട് പറയുന്നത്. നമ്മളെ പൂർണ്ണമായി ആളുകളും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ആരാധന തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. ആളുകൾ പറയുന്നത് എന്താ? ഭയങ്കര ബഹളമാണ്, ശബ്ദമാണ്, അല്ലേ? പ്രശ്നമാണ്. സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ ആളുകൾ ഉടനെ പറയുന്നത് മതം മാറ്റാൻ പോവുക, മതം മാറ്റക്കാരാ,
അല്ലേ? നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അന്യഭാഷ, നമ്മുടെ ആരാധന, നമ്മുടെ ജീവിതം എല്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ നിങ്ങൾ സങ്കടപ്പെടണ്ട. ആമേൻ. ഇതിനെ നമ്മൾ തിരുത്താനും പോകാനും നടക്കുകയല്ല. ഇതിനകത്ത് വന്നെങ്കിലേ അറിയൂ. ആമേൻ. ഇത് ആമേൻ ലഹരി പിടിച്ചതാണെന്നും ഒക്കെ പറയുമ്പോൾ നിങ്ങളറിയണം, ഇത് ലഹരിയല്ല, ഇത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ബഹളമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. സ്തോത്രം. നമ്മുടെ പ്രസംഗം ആൾക്കാർക്ക് ശല്യമാണ്, സഹിക്കാൻ വയ്യ. പക്ഷേ ഇത് വിശ്വസിക്കുന്നവർക്ക് അല്ലേ രക്ഷയ്ക്കുള്ള ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വിടുവിക്കുന്നതാ, അകത്ത് മാനസാന്തരം നൽകുന്നതാ, വിടുതൽ നൽകുന്നതാ. ഈ പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. അറിയാവുന്നവർക്കറിയാം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചോട്ടെ, നിങ്ങളുടെ ആരാധനയെ തെറ്റിദ്ധരിച്ചോട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയെ തെറ്റിദ്ധരിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടായ്മകളെ തെറ്റിദ്ധരിച്ചോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. അതുകൊണ്ട് നമ്മളത് നിർത്തത്തുമില്ല. പകരം നമ്മളെ അറിയാവുന്നൊരു ദൈവമുണ്ട്. പക്ഷേ പുരോഹിതനോട് അവൾ പറഞ്ഞു, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, പകരം ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ ആമൻ ഹന്ന ചെയ്തതെന്താ? ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കായുള്ള അർത്ഥം ഹൃദയത്തിനകത്ത് മുഴുവൻ വേദനയും ഭാരവുമെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചെന്ന. സ്തോത്രം. ഈ 2025 പ്രാരംഭ വെള്ളിയാഴ്ച ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. 62 സങ്കീർത്തനം 8 വാക്യം, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ സന്നിധിയിൽ പകരുവീൻ. ഇന്ന് പകൽക്കാലം ഹൃദയം പകരുന്ന സ്ഥലമാണ് ദൈവസന്നിധി. ഹല്ലേലൂയ. ഹൃദയത്തിലെ ഭാരങ്ങളൊക്കെ ഒരു വെള്ളം പോലെ ഇറക്കി വെക്കേണ്ട ഒരു സ്ഥലമാണ് ദൈവസന്നിധി. ഇവിടുന്ന് അവൻ ഒന്നും തിരിച്ചു കൊണ്ടുപോകേണ്ട കേട്ടോ. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് യിരെമ്യാവ് പറയുന്നത്, രാത്രിയിൽ യാമാരംഭത്തിൽ തന്നെ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിൽ വെള്ളം പോലെ പകരുക. ഇന്ന് പകൽക്കാല ഒരു ദൈവ പൈതൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആളുകൾ തെറ്റിദ്ധരിക്കും. പക്ഷെ നമുക്കൊരു പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ ഭാരം ഇറക്കി വെച്ച അനുഗ്രഹം വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും പകർന്നാൽ പിന്നെ വിഷമമില്ല. നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ പൂർണ്ണമായി പകരില്ല. ഒന്ന് പകർന്നു നോക്കിക്കേ, നിങ്ങളൊന്ന് പകർന്നേ. സ്തോത്രം. എന്ത് സംഭവിക്കും? സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്നല്ലേ പുസ്തകം പറയുന്നത്, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് വെച്ചാൽ വലിയ ഭാരമായിട്ടാണ് വന്നത്. പക്ഷേ ഇത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ, പകർന്നു കഴിഞ്ഞപ്പോൾ, ഒരു കുടത്തിനകത്ത് വെള്ളമുണ്ട്, ആ വെള്ളം ഒരിടത്ത് ഒഴിച്ചാൽ പിന്നെ കുടം എന്തായി? കാലിയായില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് പകരാനാണ് വന്നത്. എത്ര പേര് പകരും? ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇത് പകരണമെങ്കിൽ വെള്ളം പോലെ ആകണം. ഇത് വലിയ പാറ പോലെ ഒട്ടിയിരിക്കുക. എന്തിനാണെന്നറിയോ? പണ്ടാരോട് പറഞ്ഞാൽ ഈ ഭാരം അങ്ങനത്തങ്ങ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതൊന്ന് ലൂസാക്കി ഒന്ന് വെള്ളം പോലെ ആയാൽ എന്ത് ചെയ്യും? ആമേൻ. ഈ കട്ടിയുള്ള വിഷയത്തെ ആലിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറഞ്ഞാൽ. ഹൃദയത്തിനകത്ത് തറച്ചിങ്ങനെ വലിയ ഭാരമായിട്ട് ഇന്നല്ലേ, ഇന്ന് പകൽ ആത്മാവിനോട് പറ, ഇതൊന്ന് ആലിയിച്ചാട്ടെ. ഈ ഭാരം നല്ലയിട്ട് ഞങ്ങളുടെ ഹൃദയത്തിനകത്തൊക്കെ വലിയ ഭാരത്തോടെ ഇരിക്കുന്നത് കേട്ടോ, അത് മാറുന്നില്ല. അതൊന്നലിഞ്ഞൊന്ന് വെള്ളം പോലെയായി ദൈവസ്ഥലിൽ നിന്ന് പകരുന്നത് ഒന്ന് വിശ്വാസത്തെ ചിന്തിച്ച് ഇവിടെ നിന്ന് ഒഴിച്ചു പോകുക. ആമേൻ. അത് ഒഴിക്കാൻ, ഇത് അലിയിക്കാനുള്ള ലായനി ഏതാണെന്ന് ഞാൻ പറയാം. കണ്ണുനീരാ, അല്ലേ? നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിൽ അങ്ങ് പറയാ, കണ്ണുനീരിലൂടെ ആ ഭാരം ഇങ്ങ് ഇറക്കി വെക്കുക. ഒരാമൻ പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറയാം, അതാ ഈ കുറച്ച് കരഞ്ഞാൽ തന്നെ, നമ്മൾ തന്നെ പറയാറില്ലേ, ഒന്ന് കരഞ്ഞപ്പോൾ ആ വിഷമം. ഈ മരണ വീട്ടിലൊക്കെ ചെന്ന് വെച്ച് ആളുകൾ ചെന്ന് കരയുമ്പോൾ ചിലർ അയ്യോ കരയല്ലേ പറയത്തില്ല, ചിലർ കരയല്ലേ, എന്തിനാ കരയുന്നത്, വിഷമിക്കണ്ടെന്ന് പറയും. എന്നാ മണ്ടത്തരമാണെന്നറിയോ? അത് ശരിയാണോ? എന്നാ മണ്ടത്തരമാ. ഇടയ്ക്കൊന്ന് പൊട്ടി കരയണം. ഈ ആണുങ്ങൾക്കുള്ള കുഴപ്പമാണ്. നമുക്ക് അച്ഛാ നമ്മുടെ പ്രശ്നം എന്ത് ചെയ്യത്തില്ല, ഈ കരയത്തില്ല. കരയാതെ വരുമ്പോൾ ഇതിങ്ങനെ അവിടെ കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ ഇത് വലിയ കുഴപ്പമാണ്. സ്തോത്രം. ഒന്ന് കരഞ്ഞാൽ ഇതെങ്ങ് ഇറങ്ങിപ്പോവും. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാൽ
സ്തോത്രം വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ അവന് ഹന്ന പകർന്നതുപോലെ അവൻ ഇതിനകത്തൊന്ന് പകർന്നിട്ട് ഇറങ്ങി പോകാവൂ കേട്ടോ. ഇന്നിനി തിരിച്ചത് കൊണ്ടുപോകണ്ട. ദൈവസന്നിധിയിൽ കണ്ണു നിറഞ്ഞ് ഇതൊന്ന് പകർന്നിട്ട് പൊയ്ക്ക്. തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടുന്ന ഭാരം എന്തുമാകട്ടെ, എന്ത് പ്രശ്നമാകട്ടെ, സാമ്പത്തികമായിട്ട് ഭാരപ്പെടുന്നതിനകത്തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടിട്ടെങ്കിലും ആമേ ഹന്നയെ പോലെ ഒന്ന് പകരാൻ എത്ര പേരുടെ ഹൃദയം വാഞ്ചിക്കുന്നുണ്ട്, എത്ര പേര് അതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, എന്റെ ഹൃദയം നലിയിക്കണമേ. പാറ പോലെ ഉറച്ചിരിക്കുന്ന അവൻ എന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ആ വിഷയം ഇന്ന് പകൽക്കാലം അലിഞ്ഞില്ലാതായി ആമേ സ്വത്രം അതൊന്ന് പുറത്ത് അവൻ വരണ്ട. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ ആ ദൈവസന്നിധിയിൽ പകരുകയാ. ഞാൻ ആ വിഷയത്തെ തമ്പുരാന്റെ മുമ്പാകെ പകർന്നു വെക്കുകയാ. നിന്റെ ഭാരം യഹോവയുടെ ഇട്ടുകൊള്ളുക. അല്ലേ സ്വതന്ത്രം ഇവിടെ പറഞ്ഞത് കർത്താവിന്റെ സന്നിധിയിൽ പകരണമെന്ന്. ഹല്ലേലൂയ. ദാവീദ് പറയുന്നത് പോലെ അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. 142 സങ്കീർത്തനം ആമൻ അതിന്റെ 2-ാം വാക്യം ഞാൻ വിശദീകരിക്കുന്നില്ല. അവൻ ഹന്ന പറഞ്ഞതാ, പുരോഹിത ഞാൻ എന്ത് ചെയ്തതാ, ദൈവസന്നിധിയിൽ എൻ്റെ സങ്കടം പകർന്നു, എൻ്റെ ഹൃദയം പകർന്നതാ. നമ്മൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയം ഒന്ന് പകരണം. പകരാൻ വേണ്ടി ഇതൊന്ന് അലിയണം. പാറ പോലെ ചിലരുടെ ഹൃദയത്തിൽ ഇരിക്കുക ഇല്ലയോ, വലിയ ഭാരമാണ്. അതൊന്ന് അലിയട്ടെ. അത് അലിയിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ കേട്ടോ. പരിശുദ്ധാത്മാവിനെ ഒന്ന് അകത്തോട്ടൊന്ന് ക്ഷണിക്കണേ. ആത്മാവിനോട് പറ, ഇതിനൊരു സ്വസ്ഥത തരണേന്ന്. ഞാനൊരു കാര്യം പറയാം, വിടുതൽ ദൈവത്തിൻ്റെ സമയത്തെ നടക്കൂ. ഞാൻ ദൂതം ഏറ്റെടുത്തിട്ട് പോണേ, സമയത്തെ വിടുതൽ നടക്കുള്ളൂ. അതുവരെ നീ ഈ കല്ല് പോലെ ഈ ഭാരം വെച്ചോണ്ട് നടക്കാതിരിക്കാനുള്ള മാർഗമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ആ ഭാരം അകത്തിരിക്കുന്നതോടെ നിനക്ക് സ്വസ്ഥതയില്ല, നിനക്ക് വിഷമമാണ്, സന്തോഷമില്ല, ആഹാരം കഴിക്കാൻ വയ്യ, ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇന്ന് പകൽ നിരാശയില്ല. ആത്മാവ് പറയുക, കാര്യത്തിന്റെ വിടുതൽ ദൈവത്തിന്റെ സമയത്ത് നടക്കും. പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധി അറിയിക്കുന്ന ആ നിമിഷം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കിൽ കാക്കുമെന്ന തിരുവെഴുത്ത് പറയുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നെങ്കിലെ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞു കഴിഞ്ഞപ്പോ എന്താ അവിടെ സംഭവിച്ചത്? അവൾ ഈ കാര്യങ്ങളൊക്കെ പുരോഹിതനോട് പറഞ്ഞതിന് ശേഷം ഏലി ഒരു നല്ല ദൂത് പറഞ്ഞു. 17-ാം വാക്യം. ആമേൻ. ഏലിയുടെ പ്രവചനമൊന്നുമല്ല, ആണോ? നൽകുമെന്നല്ല പറഞ്ഞേ, പിന്നെന്താ പറഞ്ഞേ? ഏലി വിഷ് ചെയ്തു. ഓക്കെ, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം നാം ഇങ്ങനെ വായിക്കുന്നു, അവൾ 18-ാം വാക്യം. ആമേൻ. ഏലി അവളോട് പറഞ്ഞു, മകളെ, നീ പ്രാർത്ഥിച്ച, നീ ദൈവസന്നിധിയിൽ നിലവിളിച്ച വിഷയത്തിന് ദൈവം ഉത്തരം നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ ഒറ്റ വാക്ക് കഴിഞ്ഞപ്പോൾ ഹന്ന പറഞ്ഞു, തൃക്കണ്ണിൽ അടിയന് കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ സ്ത്രീ തൻ്റെ വഴിക്ക് പോയി. ആമേൻ പറഞ്ഞാട്ടെ. തീർന്നു. നാളുകളായിട്ട് അല്ലെ മുടങ്ങിക്കിടന്ന ആദ്യത്തെ കാര്യം എന്താ? നല്ലപോലെ ഒരു ആഹാരം കഴിക്കാൻ പോലും നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്, രുചിയില്ലെന്ന് ആളുകൾ പരാതി പറയാറില്ലേ? കഴിച്ചിട്ടൊന്നും രുചിയില്ലാത്തതുകൊണ്ടല്ല, നിന്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ്. നല്ല ഭക്ഷണമാണ്, ഒരു കുഴപ്പമില്ല, പക്ഷേ ഇറങ്ങുന്നില്ല, ഒരു ടേസ്റ്റ് ഇല്ല. ശരിയല്ലേ? പക്ഷെ അവൾ പറഞ്ഞു വായിക്കുന്ന എങ്ങനെയാ, അവൾ പോയി ഭക്ഷണം കഴിച്ചു. ഇന്ന് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ കണ്ണുനീരോടെ ഭക്ഷണം കഴിക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. വേണ്ടിയിട്ട് കഴിക്കുന്നതല്ല, രുചി ഉണ്ടായിട്ട് കഴിക്കുന്നില്ല. അല്ലേ? ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുക, വേണ്ടിയിട്ട് കഴിക്കുന്നതായിരിക്കത്തില്ല, നല്ലതാണെന്ന് തോന്നിയിട്ടുമല്ല, പിന്നെ കഴിക്കുക. അല്ല, നാട്ടിൻ ഭാഷ ചവറ് കഴിക്കുന്നത് പോലെ കഴിക്കുന്നത്. എന്താ? ഒന്നിനും ഒരു താല്പര്യമില്ല.
കാരണം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ ആഴം നോക്കുമ്പോൾ എന്തിന് കഴിക്കണം എന്ന് ചിന്തിക്കുന്നവർ, എന്തിന് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർ, അല്ലെ എങ്ങനെ എൻ്റെ ജീവിതം ആയിത്തീരുമെന്ന് ചിന്തിക്കുന്നവർ, ഇങ്ങനെ ആയിത്തീർന്നാൽ ഞാൻ എവിടെ ചെന്ന് എൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നവർ സന്തോഷത്തോടെയൊന്നുമല്ല കഴിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുക, ആത്മാവ് ഇന്ന് പകൽ ഇടപെടുക. ഇന്നൊരു പകർച്ച ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയം ഒന്ന് പകരാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് സഹായിച്ചാൽ, ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുത്ത് നിങ്ങളൊന്ന് പകർന്നു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഇല്ലാത്ത ടേസ്റ്റ് നിന്റെ ഭക്ഷണത്തിന് ഉണ്ടാകാൻ പോവുക. ഇന്നലെ വരെ താല്പര്യമില്ലാതിരുന്നത് ആ ഭക്ഷണം നീ കഴിക്കാൻ തുടങ്ങും. കാരണം ഹല്ലേലൂയ, നിന്റെ വിഷമത്തിന് കർത്താവ് പരിഹാരം വരുത്തി. നിന്റെ രൂപത്തിന് വ്യത്യാസം വരും. നിന്റെ കണ്ണ് അല്ലെ കൊഴിഞ്ഞിരിക്കുക, അല്ലെ ക്ഷീണമാ, പ്രയാസമാ, അല്ലെ എല്ലാത്തോടും ഒരു വെറുപ്പ, ദൈവം പരിഹാരം വരുത്തുകയാണ്. ഈ ദൂത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ആത്മാവിൽ ദൂത് പറയുക, നിങ്ങളുടെ ജീവിതത്തിന് ദൈവം ഇന്ന് പരിഹാരം വരുത്തുക. നഷ്ടപ്പെട്ടു പോയ സന്തോഷം പരിശുദ്ധാത്മാവ് തിരിച്ചു തരിക. ആരെ നഷ്ടപ്പെട്ടു പോയ ആനന്ദം തിരിച്ചു തരിക, പ്രത്യാശ തിരിച്ചു തരിക. അവൻ വചനം പറയുന്നു, അവൾ ഭക്ഷണം കഴിച്ചു. സ്തോത്രം, സ്തോത്രം. ഭക്ഷണം കഴിച്ചെന്ന് മാത്രമല്ല, പിന്നെ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഇന്ന് പകൽക്കാലം വാടിയ മുഖത്തെ മാറ്റുന്ന ഒരു ദൈവം കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇടപെട്ടാൽ നിങ്ങളുടെ വാടിയ അവസ്ഥകൾക്ക്, മുഖം വാടിയ അവസ്ഥയ്ക്ക് ആത്മാവ് പരിഹാരം വരുത്തും. അവിടെ മുഖം പിന്നെ വാടിയില്ല. പ്രൈസ് ദി ലോർഡ്. 2025 ജനുവരി മാസം 3-ാം തീയതി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വന്നിരിക്കുക. ആത്മാവ് ചിലരോട് പറയുക, വചനമേറ്റെടുക്ക്. നിന്റെ മുഖം വാടാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? തമ്പുരാൻ നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ തുടങ്ങുക. ദൈവം ചില വിഷയങ്ങൾ, ഭാരങ്ങൾ ദൈവം ഏറ്റെടുത്തിട്ടുണ്ട്. ദൈവം ചില വിഷയങ്ങൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് അലിയിച്ചു കളയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഹൃദയത്തിനകത്ത് ഭാരമായി നിന്നത് ആത്മാവ് സ്പർശിച്ച് അലിയിച്ചു കളയുന്നത് പോലെ ആ ഭാരം എടുത്തു മാറ്റുകയാണ്. വിശ്വസിക്കുമോ? ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കുമോ? നിന്റെ മുഖം ഇനി വാടത്തില്ല, നിന്റെ മുഖം ഇനി വാടത്തില്ല. ഹല്ലേലൂയ. റീഖവല വൈഡവന ഔരിഗലബര ശംദരദഗനഗടക അർച്ചനാദരാജഗനഗടക ശംദര. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് പ്രത്യാശ കൊണ്ട് നിങ്ങൾ നിറയ്ക്കട്ടെ. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പറയുന്നത് പോലെ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങൾ നിറയ്ക്കട്ടെ. ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം എന്റെ വിഷയത്തിന് മറുപടി തരാൻ പോകുക, ദൈവം എന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ പോകുക, ദൈവം എന്റെ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി എന്റെ മുഖം വാടത്തില്ല, ഇനി എനിക്ക് പ്രശ്നമില്ല, എന്റെ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം വരുത്തിയിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നത്, ഞാൻ വിശദീകരിച്ച് അവസാനിപ്പിക്കുക, വലിയ അത്ഭുതം നടന്നു. എന്താണ്? അവൾക്ക് ദൈവം ഒരു മകനെ കൊടുത്തു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി കേട്ടോ. ദൈവത്തിൻ്റെ അത്ഭുതം. ശമൂവേലിൻ്റെ രൂപത്തിൽ ദൈവം അവിടെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അവിടെ നിരാശ മാറി. അവിടെ പ്രതിയോഗിയുടെ മുമ്പിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടു. അല്ലേ? അവിടെ ജീവിതം അനുഗ്രഹപൂർണമായി മാറി. സ്തോത്രം. ഇതേ ശമൂവേലിനെ കൊണ്ട് തിരിച്ച് ആലയത്തിലേക്ക് വരുന്നുണ്ട്. വരുമ്പോൾ പുരോഹിതൻ ചോദിച്ചു, ഇതാരാ? ചോദിച്ചു, ഇവന് വേണ്ടിയാ അന്ന് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞത്. ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ വിളിച്ചത് ഈ വിഷയത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയാൻ ചിലരെ ദൈവം ഉപയോഗിക്കട്ടെ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയാ ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചത്, ഈ ഒരു വിഷയത്തിന് വേണ്ടിയാ ഞാൻ കരഞ്ഞത്. അതാ ഇന്ന് എൻ്റെ മുമ്പിലുള്ളത്. ആ മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ആ വിടുതലുമായിട്ടാണ് ഞാൻ ഇന്ന് ദൈവത്തിൽ ആയിരിക്കുന്നതെന്ന് സാക്ഷ്യം പറയത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കൃപ നൽകട്ടെ. ഈ ദൈവ പ്രാർത്ഥനകൾക്ക് ദൈവമാ, ഈ ദൈവ യാചനയ്ക്ക് അവൻ ചെവി തരുന്ന ദൈവമാ, ഈ ദൈവ കണ്ണുനീർ കാണുന്ന ദൈവമാ, ഈ ദൈവ വാടിയ മുഖത്തെ ആദരിക്കുന്ന ദൈവമാ. എല്ലാ കണ്ണുകളും ദൈവം ഭാഗം അടച്ചാട്ടെ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവരാ ഞാനും നിങ്ങളും. പ്രശ്നത്തിന് പരിഹാരത്തിനായി വേറെ എങ്ങും പോകണ്ട. തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഓടിയാട്ടെ. മോഷിപ്പിക്കുന്നവരുടെ നടുവിൽ, കുറ്റം പറയുന്നവരുടെ നടുവിൽ
ദൈവം നിന്നെ ഉയർത്തുവാനും മാനിക്കുവാനും ആഗ്രഹിക്കുന്നു. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ആഗ്രഹിക്കുന്നു. വാടിയ നിന്റെ മുഖത്തെ വാട്ടം മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിനക്ക് പ്രത്യാശയും ധൈര്യം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവം ജീവിക്കുന്നു. ഹന്നയുടെ മുഖത്തെ ആദരിച്ച ദൈവം ഒരു ശമൂവേലിന് നൽകിയതുപോലെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ.